ആകാശമുട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴുകിന്റെ അണ്ടി നോക്കിയതിന്റെ കാര്യമൊന്നുമില്ല. നിനക്ക് പറക്കണമെങ്കിൽ നീ തന്നെ കഷ്ടപ്പെടണം. ചെറുപ്പം മോട്ടിവേറ്റ് ഇല്ലല്ലോ, ഒന്നുകൂടി കേൾപ്പിച്ചുതരാം. അപ്പോൾ ശരിക്കും മോട്ടിവേറ്റ് ആവും. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഒന്നും വേണ്ട, ഒരു 500 രൂപ ആവും നിങ്ങൾക്ക്. കോട്ടൊന്നും ഇടൂല എന്നുള്ളൂ. ഇനിയിപ്പോൾ കോട്ടിടുന്ന നിർബന്ധമാണ്, ഞാൻ കോട്ടിൻ്റെ വാടകയും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെ നല്ല രീതിക്ക് മോട്ടിവേഷൻ, ഈ ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ് നിങ്ങൾക്ക് എന്താ പറയുക പ്രോത്സാഹനമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ബിസിനസ്സിനെ ഉയർത്താനുള്ള ഒരു വാക്കുകളാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വേറൊരു പയ്യനും കൂടി ഉണ്ട്, ഞാൻ വേണ്ടി പരിചയപ്പെടുത്തി തരാം. അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഒരു 500 1000 തന്നാലും ഞാൻ വന്ന് ഇതുപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. വെറുതെ ഫ്രീ ആയിട്ട് ഒരാളുടെ തന്തക്ക് വിളിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക എന്നൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. ഇനി ആ ഒരു പയ്യനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ 4 കാശ് ഉണ്ടാക്കണം, ലൈഫിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അല്ലാതെ ഇവിടെ വീട്ടിൽ കയറി കുത്തിയിരുന്ന തിന്നും തൂറി നേരം കളയാതെ ആ പറമ്പിലേക്കൊക്കെ ഇറങ്ങി 10 വാഴയ്ക്ക് 2 തടമെങ്കിലും എടുക്കുക. നല്ല കാശാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയുണ്ട്? അതിലും ബെറ്റർ ആയിട്ടല്ലേ തോന്നണം. 10-500 കൊടുത്താൽ കോട്ടില്ല എന്നുള്ളൂ, ഷർട്ട് ഇടാറേ ഇല്ല. അപ്പോൾ കോട്ടില്ല എന്നുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കും. ഇത്രയും വലിയ മോട്ടിവേഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടാൻ? ഇത് വിളിച്ചോൻ്റെ എന്തൊക്കെയല്ല ആദ്യം പറയണ്ടേ. 4 ലക്ഷം 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ബിസിനസ്സുകാരൻ തന്നെ ആവശ്യത്തിന് അവന് ഉയരത്തിലാണ്, ആവശ്യത്തിന് കാശുകളൊക്കെ ഉണ്ടാക്കേണ്ട, ആവശ്യത്തിന് അവന് സമ്പാദ്യം ഉണ്ടാവും. എന്നിട്ടും വഴിയെ പോയവനെ വിളിച്ചുകൊണ്ടുവന്ന് തന്തക്ക് വിളി കേൾക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവൻ്റെ കുഴപ്പമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ വിളി കേട്ട് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇന്ന് കേരളത്തിലുള്ള 2 ടൈപ്പ് മോട്ടിവേഷനാണ് ഞാനിന്ന് കേൾപ്പിച്ചത്. ഒരെണ്ണം എക്സിക്യൂട്ടീവായിട്ടും അല്ലെങ്കിൽ ജെന്റിൽമാൻ ലുക്കിലുള്ളൊരു മോട്ടിവേഷൻ, കോട്ടിട്ട് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപക്ക് മോട്ടിവേഷൻ പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ. രണ്ടാമത് ഞാൻ കാണിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പൊതുവേ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പയ്യൻ. അവന് 5 ലക്ഷം വേണ്ട, കോട്ട് വേണ്ട, ഷർട്ട് ഇടാറേയില്ല അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ. ഇത് രണ്ടും കൂടി നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്? എനിക്ക് ആ ഷർട്ട് ഇടാത്തൊരു പയ്യൻ്റെ മോട്ടിവേഷനാണ് അത്. 4 ലക്ഷം കൊടുക്കണ്ട, നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കി. അതായതല്ല, കാശ് മേടിച്ചിട്ട് കാശ് മേടിച്ചവനെ തന്നെ ഊക്കുക എന്നൊക്കെ പറഞ്ഞുള്ളൊരു അവസ്ഥയായിട്ടാണ് മോട്ടിവേഷൻ. തന്തക്ക് വിളിച്ചില്ല, ബാക്കിയെല്ലാം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്ര രോഷം കൊണ്ടിട്ട് എന്താ കാര്യം? ബിസിനസ്സുകാർ രോഷം കൊള്ളരുത്, അതൊക്കെ ഒരു മോട്ടിവേഷൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതാണ്, എന്നാലാണ് ആൾക്കാർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ 2 പയ്യന്മാരിൽ ആ പുള്ളിയുടെ ഫുള്ള് വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. അന്ന് അവിടെ കോഴിക്കോട് സംഭവിച്ചത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തു കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും, അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോൾ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ, കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാ ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. എടോ തന്നെ വിളിച്ചോ ഞാൻ. ശരി ഓക്കെ. Yes, I am a businessman. ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലും പിടിപ്പിക്കണം. കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ്. അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മളെല്ലാവരും ഇത്രയും കാത്തുന്ന ആളില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു. ഇതൊരു 500 തവണ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്. ആള് വരണ്ടേ? അല്ല, നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ. അല്ലെങ്കിൽ ഏതോ നേരം പരിപാടി നമ്മൾ ആക്കി നമുക്ക് സമയത്ത് വലിയ ആൾക്കാരോ 1.5 മണിക്കൂർ ഇയാൾ പൈസ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കേണ്ടപ്പോഴാണ്. കോഴിക്കോട് കോട്ടിട്ട് നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തും. 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം വിളിച്ചുകൊണ്ട് ബിസിനസ്സുകാരെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് കേൾക്കണം. 4 ലക്ഷം കൊടുത്തതല്ലേ, അപ്പോൾ അത് കേൾക്കണ്ടേ? 1-2 മണിക്കൂർ ഇരുന്ന് കേട്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ
ഇത്ര ഒന്നുമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കേൾക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ദേ കുഞ്ഞുങ്ങളെ, തൂറാൻ മുട്ടുമ്പോ കക്കൂസി കയറി തൂറായിരിക്കുന്ന നല്ലതൊക്കെ തന്നെ. പക്ഷെ പൊരുന്തായിരിക്കണ കോഴീനെ പോലെ മണിക്കൂറോളം കക്കൂസി കയറുന്ന പിന്നെ അത് മതി നീയൊക്കെ ഒരു വലിയ രോഗിയായി മാറാൻ. അതുകൊണ്ട് അതിരാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചൂട് ചായ കുടിച്ച് കക്കൂസിൽ കയറി തൂറിക്കളയുക. മോട്ടിവേഷൻ ആയില്ലേ? ഇനിയും വേണമെങ്കിൽ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, കുറേ കിടപ്പുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലോ ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ 10-500 തന്നാൽ കോട്ട് വേണമെങ്കിൽ ഞാനിടാം. വേണമെങ്കിൽ കോട്ടിടാം. ഞാൻ ഇതിൽ നന്നായിട്ടൊക്കെ സംസാരിക്കും, മോട്ടിവേറ്റ് ചെയ്യും. കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഉയർന്ന ലെവലിലേക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ മോട്ടിവേഷനായിട്ട് തരാം. ഒരു 10-500 തന്നാൽ മതി.